കോപ്പർ വയർ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇയറിങ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കോപ്പർ വയർ തന്നെയാണ്. അത് 18 ഗേജിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, 24 ഗേജിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ ഈ 18 ഗേജിൻ്റെ വയറെടുത്തിട്ട് നമ്മൾ 2 പീസ് വേണം. ഒരെണ്ണം ഒരു 10 ഇഞ്ചിൻ്റെയും പിന്നെ ഒരു 8 ഇഞ്ചിൻ്റെയും വേണം. 8 ഇഞ്ച് ലെങ്ത്തിനും 10 ഇഞ്ച് ലെങ്ത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ടേപ്പ് വെച്ച് അളന്ന് തന്നെ നമുക്കെടുക്കാം. ഇതിപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെയാണ്, ഇതൊരു 8 ഇഞ്ച് ലെങ്ത്തിലുള്ളതാണ്. ഇങ്ങനെ 2 പീസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോസ് പ്ലെയർ കുറച്ച് ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ളതാണ്, അതായിരിക്കും നല്ലത്. നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വളയ്ക്കാൻ എളുപ്പത്തിനാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്കിങ്ങനെ വളയ്ക്കുവാണെങ്കിൽ അറ്റം വളരെ ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു പ്രാവശ്യം ഒന്ന് വളച്ച് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൈ കൊണ്ട് തന്നെ വളച്ച് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ചുറ്റി അവിടെ കൊണ്ടുപോകാൻ പറ്റും. വെറുതെ കയ്യിലോട്ടെടുത്ത് ഇങ്ങനെ നമുക്ക് വളരെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി പോകും. ഇതുപോലെ നല്ല ഭംഗിയിൽ വരും. സ്റ്റാർട്ടിങ് മാത്രമേ നമുക്ക് നോസ് പ്ലെയർ യൂസ് ചെയ്യാൻ ഇതിന് കയ്യിൽ പിടിച്ച് അതൊക്കെ പ്രസ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ എടുക്കാം. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞ് നമുക്ക് 2 പീസും നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെയാണ്, ഇത് 8 ഇഞ്ചിൻ്റെ പീസാണ്. ഇത് 2 സൈസായിരിക്കും. ഇത്രയും കൊണ്ടുവരാം. ഇത് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്കാണ് ഒരു 24 ഗേജിൻ്റെ കമ്പി എടുക്കണം. ഇതെടുത്തിട്ട് ഏകദേശം ഈ ഒരു റൗണ്ടിൻ്റെ ഒരു 4 ഇരട്ടി സൈസിലേക്ക് നമ്മളത് എടുക്കണം. എന്നാലേ നമുക്കത് മുഴുവൻ ഒരു ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് കമ്പി തീർന്നു. അത് കുറച്ച് കൂടുതലും കൂടെ എടുത്താൽ കുഴപ്പമില്ല, ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ 2നെയും കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മളിതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്തുനിന്നും ഇതിൻ്റെ 2ൻ്റെയും കൂടെ ഇടയ്ക്ക് കൂടി നമ്മൾ എടുത്ത് ഈ കമ്പി എടുത്ത് അപ്പോൾ ഇതിൻ്റെയും നമ്മളിവിടെ അവസാനിപ്പിച്ച ഭാഗത്തു നിന്നും ഇവിടെയും എടുത്ത് കമ്പി എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു കെട്ടിടണം. ശരിയും കമ്പി എടുത്ത് നമുക്ക് സാധാരണ കെട്ടിടുന്ന പോലെ ഇതുപോലെ തന്നെ നൂലൊക്കെ കെട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. ഇത് സ്റ്റാർട്ടിങ്ങിലൊന്ന് പിടിക്കണം കുറച്ച് നേരം, അല്ലെങ്കിൽ അത് ചാടിപ്പോകുന്നത്. ഒന്ന് പിടിച്ച് സൂക്ഷിച്ചൊന്ന് കെട്ടിട്ട് കൊടുക്കണം. നല്ലോണം മുറുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഓരോ മുത്ത് കോർക്കും. മുത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മുത്താണ് നമ്മൾ കോർക്കണത്. ഇത്രേ ഉള്ളൂ, ഇത്ര പൊടിമുത്ത്. എന്നുവെച്ചാൽ കുറച്ച് വലുത് കോർത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ പൊടിമുത്ത് കോർക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും. നമ്മളിങ്ങനെ കോർത്തിട്ട് ഓരോ പ്രാവശ്യം മുത്ത് കോർത്ത് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഇതിൻ്റെ എൻ്റാണത്, അത് കുറച്ചിങ്ങനെ കടന്നു നിന്നോട്ടെ, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫിനിഷിങ് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും അത് ഫിനിഷിങ് ആയിക്കോളും. ഇങ്ങനെ കോർത്തിട്ട് ഇതിനെ 2ൻ്റെയും ഉള്ളിൽ കൂടി വീണ്ടും എടുക്കണം. അതായത് 2 പീസ്, നമ്മൾ 2 പീസാണല്ലോ ചെയ്തത്. 2 പീസിനെ കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ കമ്പി എടുത്ത് തിൻ വയർ എടുത്തിട്ട് മുത്ത് കോർത്തിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. മുത്ത് കോർത്തിട്ട് നമ്മളവിടെ വെച്ച് വീണ്ടും നമ്മൾ അടുത്ത മുത്ത് കോർക്കും.
ഒരു പ്രാവശ്യം മുത്ത് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്, പിന്നെ അത് ഊരിയൊന്നും പോകുന്നില്ല, പിന്നെ നമുക്ക് കൈ വിട്ടിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മുത്ത് കോർത്ത് ഇനി നമ്മൾ ആ 2 കമ്പി കൂടി ചുമ്മാ വലിച്ചെടുത്ത് ഇനി നമുക്കത് ഈസി ആയിട്ട് പോകും. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് അത് പിടുത്തം കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് ഓരോ പ്രാവശ്യം മുത്തിനെ നമ്മളിങ്ങനെ നേരെ നേരെ ആക്കി കൊണ്ടുപോകണം. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെയാണ്. ഇത് നമുക്ക് കുറച്ച് സമയമെടുക്കും നമ്മളിങ്ങനെ ചുറ്റി വരാനായിട്ട്, കാരണം സാവധാനം പറ്റുള്ളത്. പിന്നെ ഓരോന്നിനെ പിടിച്ച് നമ്മൾ സാവധാനം ചുറ്റി വരുന്നു. മുത്തുമുത്ത് അതിനെ ചുറ്റി നമ്മളിങ്ങനെ ബീഡ്സ് കോർത്ത് നമ്മളിങ്ങനെ ചുറ്റി വന്നിട്ട് നമ്മൾ ഇവിടം വരെ എത്തും. ഇപ്പോൾ ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും ഇതിന് ഫിനിഷിംഗ് ആവും. എന്ന് വെച്ചാൽ ഈ ഒരു പീസ് നമ്മൾ വലിയ പീസ് എടുത്തതിൻ്റെ എക്സ്ട്രാ ഇവിടെ കമ്പി കിടപ്പുണ്ട്, അതവിടെ കിടന്നോട്ടെ. എന്നിട്ട് ഇത് ഇവിടം വരെ എത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. ചുറ്റി ബീഡ്സ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ പീസിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോസ് പ്ലെയർ വെച്ചിട്ട് ഈ അറ്റം ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് തിന്നായിട്ടുള്ള നോസ് പ്ലെയർ എടുക്കരുത്, കുറച്ച് നമുക്കൊരു ലൂപ്പ് വേണം. അവിടെ ഇയർ ടാഗ് കണക്ട് ചെയ്യാനുള്ള ഹോള് നമുക്ക് വേണം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ എത്ര താഴേക്ക് ചുറ്റണം അത്രയും ചുറ്റാം. നമുക്ക് 2 ചുറ്റി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചുറ്റി വെക്കണം, കാരണം നമുക്കവിടെ ഇയർ ടാഗ് കണക്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനെ ചുറ്റി വെക്കണം. അപ്പോൾ കുറച്ച് നമുക്ക് ഹോൾ വലുതായിരിക്കണം, തീരെ തിന്നായിട്ടുള്ള ഹോൾ പറ്റില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പീസ്. ഇതാണ് നമ്മളിതിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഇത് നമ്മൾ ഇയർ ടാഗിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യണത്. ഇതാ ഈ പീസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിയണത്. അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യും. ആണ് ലൂപ്പ് നമ്മളിവിടെ വലിയ ലൂപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇയർ ടാഗിലേക്ക് ഇടാനായിട്ട്. ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി. ഇത് നമ്മൾക്ക് ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ ഇയർ ടാഗ് എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇയർ ടാഗാണത്. ഇയർ ടാഗ് ആണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിന് നമ്മൾക്ക് വേണ്ടത് ഈ 18 ഗേജിൻ്റെ തന്നെ കമ്പിയാണ് വേണ്ടത്. അത് നമ്മൾക്ക് 1.5 ഇഞ്ചാണ് അളന്ന് തന്നെ കട്ട് ചെയ്തെടുത്തേക്കണേ. 1.5 ഇഞ്ച് അളന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾക്കിത് ഒരു വേസ്റ്റൊരു പേന വെച്ചിട്ട് ഞങ്ങൾ വളച്ചെടുക്കാം. മറ്റേ സൈഡ് നമ്മൾ ഈ പ്ലെയർ വെച്ച് നോസ് പ്ലെയർ വെച്ചിട്ട് തന്നെ നമുക്ക് ഒറ്റ ചുറ്റിന് മതി. ഇതാ ഇങ്ങനെ നമുക്ക് കമ്മൽ ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇയർ ടാഗ് ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി ഇതിനെ കുറച്ചും കൂടെ ഭംഗി വെപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 24 ഗേജിൻ്റെ കമ്പി എടുത്ത് തിൻ വയർ എടുത്തിട്ട്, ഇത് നിർബന്ധമില്ല, എന്നാലും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ഇത് മേലോട്ട് ചുമ്മാ ഇങ്ങനെ ഒരു ചുറ്റി കൊടുക്കുക. അപ്പോൾ ആ ചുറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ പതുക്കെ ഒന്ന് വളച്ച് വെച്ചിട്ട് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെയാക്കാം. ഒരു 6 or 8 എത്രയെങ്കിലും ഞാനിപ്പോൾ ഒരു 8 ചുറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയില്ലേ ഇയറിങ്സ് കാണാനായിട്ട്, നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ ബീഡ്സ് ഇപ്പോൾ ക്രീം കളർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ബീഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ കോപ്പർ ആയതുകൊണ്ട് നമുക്കതിനെ മാച്ച് ചെയ്ത് വേണമെന്ന് മാത്രം, കാരണം ബ്ലാക്ക് അങ്ങനത്തെ കളേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എളുപ്പമാണ്, പിന്നെ കുറച്ച് ടഫാണ്. അപ്പോൾ അത് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.